ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ പുതിയ പാട്ട് കണ്ടില്ലേ, വിഷുവിൻ്റെ പാട്ട്. നിങ്ങളെല്ലാവരും പഠിച്ചത് നല്ലൊരു പാട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് പഠിച്ചോണേ. ഇപ്പം ഇന്ന് നമ്മൾ ഒരു നല്ലൊരു പ്രാക്ടീസ് സെഷനാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് സെഷനാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും എൻ്റെ പേര് പറയാറുണ്ട്, എന്നാലും എൻ്റെ പേര് തെറ്റിച്ച് പറയുന്നവരുണ്ട്. ദീപ്തി എന്ന് പറയും. അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും എൻ്റെ പേര് പറയണേ, കറക്റ്റായിട്ട് പറയണം. ദീപ എന്നാണ് എൻ്റെ പേര് കേട്ടോ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് എക്സസൈസ് ചെയ്യണം, കുറച്ചൊരു ഇത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ഫ്രഷ് ആവണം, നമ്മൾ മൈൻഡും നമ്മളെ ബോഡിയും ഒക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രാക്ടീസ് സെഷനിൽ ആദ്യം കുറേ ഭാഗങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിങ്ങനെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഓരോന്നിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ, ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ നേരെ അത് പോയിട്ട് കാണണം. അത് ഓരോ പാർട്ട് 1, 2, 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് കേട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇന്നത്തേത് നല്ല രസമായിട്ട് പാടാൻ പറ്റും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട, നന്നായിട്ട് പാടി പഠിക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ശ്രുതി വെച്ചിട്ടുള്ളത് എ ആണ് കേട്ടോ. അപ്പോൾ എയിൽ എങ്ങനെ പാടും? സാ എങ്ങനെ പാടും അല്ലേ? അപ്പോൾ ശ്രുതി കറക്റ്റ് ആയതിന് ശേഷം പാടുക. റെഡി? നോക്കാം. ഞാൻ രീ ആണ് 9 പ്രാവശ്യം പാടുന്നുണ്ട് രീ കേട്ടോ. നിങ്ങളത് ഒന്നെങ്കിൽ നിങ്ങളെ മനസ്സിലത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 9 പ്രാവശ്യം പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചോ, എന്നിട്ട് അത് 9 പ്രാവശ്യം പാടണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ശ്വാസം എടുക്കുന്നതും, ശ്വാസം നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പാടരുത്. പരമാവധി നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പാടി നോക്കണം കേട്ടോ. അത്ര ശ്വാസം വിട്ടുമ്പോൾ അങ്ങ് വിട്ടോ, എന്നിട്ട് ബാക്കി പാടിയാൽ മതി. അല്ലാതെ നമ്മൾ പരമാവധി കൺട്രോൾ ചെയ്തിട്ട് പാടണം കേട്ടോ. അപ്പോൾ നോക്കി, സ രി 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 സ. ഓക്കെ, നെക്സ്റ്റ് വൺ. സ രി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി സ. ക്ലിയർ? മൂന്നാമത്തത് വരുന്നതോ സ രി ഗ മ മ മ മ മ മ മ മ മ ഗ രി സ. അടുത്തത് സ രി ഗ മ പ പ പ പ പ പ പ പ പ മ ഗ രി സ. അടുത്തത് സ രി ഗ മ പ ധ ധ ധ ധ ധ ധ ധ ധ ധ പ മ ഗ രി സ. നെക്സ്റ്റ് വൺ. സ രി ഗ മ പ ധ നി 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 ധ പ മ ഗ രി സ. ക്ലിയർ? അടുത്തത് സ രി ഗ മ പ ധ നി സ സ സ സ സ സ സ സ സ നി ധ പ മ ഗ രി സ. അപ്പോൾ കണ്ടോ, അപ്പം നമുക്ക് കുറേ ശ്വാസം കൺട്രോൾ ചെയ്യാനും പറ്റും. സ്വരങ്ങൾ ഈ ഏത് സ്ഥാനത്താണെന്നുള്ളത് കൺട്രോൾ ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ 10 പ്രാവശ്യം നമ്മൾ ഒരു സ്വരം പാടിയാലും ഒരേപോലെ പോകണം. അത് 20 പ്രാവശ്യമായാലും 30 പ്രാവശ്യമായാലും ഒക്കെ ഒരേ സ്വരം എത്ര പ്രാവശ്യം നമ്മൾ പാടിയാലും ഒരേപോലെ പോകണം. ഓക്കെ, ഇനി അതിൻ്റെ സ്പീഡ് നോക്കാം നമുക്ക്.
ഇത് വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്തൊരു പ്രാക്ടീസ് സെഷനാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പീഡാക്കി നോക്കാം. നമുക്ക് സ്പീഡാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. സാ രി 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 സാ സാ രി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി സാ സാ രി ഗ മ മ മ മ മ മ മ മ മ ഗ രി സാ സാ രി ഗ മ പ പ പ പ പ പ പ പ പ മ ഗ രി സാ സാ രി ഗ മ പ ധ ധ ധ ധ ധ ധ ധ ധ ധ പ മ ഗ രി സാ സാ രി ഗ മ പ ധ നി 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 ധ പ മ ഗ രി സാ സാ രി ഗ മ പ ധ നി സാ 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 നി ധ പ മ ഗ രി സാ. തൊട്ടടുത്ത സ്പീഡിലേക്ക് പോകാം നമുക്ക്. പിന്നെ നമ്മൾക്ക് എണീറ്റ് വരുമ്പോൾ അറിയാലോ, വേറൊരു ശബ്ദമായിരിക്കും അല്ലേ, നമുക്ക് തന്നെ പേടിയും നമ്മളെ ശബ്ദം കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എണീറ്റ് വന്ന് നമ്മൾ ഫ്രഷ് ആയതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കും കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാവും, നമ്മുടെ ശബ്ദമൊക്കെ നന്നാവും. പിന്നെ കുറച്ച് സമയം ഒന്ന് പാടി കഴിയുമ്പോഴത്തേക്കും റെഡി ആവുകയും ചെയ്യും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പാടുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നമാണ്. അതൊന്നും വിഷയമല്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ കേട്ടോ. സാ രി 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 സാ സാ രി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി സാ സാ രി ഗ മ മ മ മ മ മ മ മ മ ഗ രി സാ സാ രി ഗ മ പ പ പ പ പ പ പ പ പ മ ഗ രി സാ സാ രി ഗ മ പ ധ ധ ധ ധ ധ ധ ധ ധ ധ പ മ ഗ രി സാ സാ രി ഗ മ പ ധ നി 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 ധ പ മ ഗ രി സാ സാ രി ഗ മ പ ധ നി സാ 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 നി ധ പ മ ഗ രി സാ. കണ്ടോ? അപ്പോൾ അത്രയും സ്പീഡിൽ നിങ്ങൾ പാടി നോക്കണം. ഇനി അതിലും സ്പീഡിൽ പാടാൻ പറ്റുമെങ്കിൽ അതിലും സ്പീഡിൽ പാടി നോക്കാം, ഒരു കുഴപ്പമില്ല, തെറ്റിക്കരുത് കേട്ടോ. ആദ്യം നന്നായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിങ്ങനെ സ്പീഡാക്കാൻ പാടുള്ളൂ. പതുക്കെ സ്പീഡാക്കാൻ പാടുള്ളൂ കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ സ്പീഡാക്കി പോകരുത്, സ്വരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. ഓക്കെ, അതുകൊണ്ട് ആദ്യം നന്നായി പഠിച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ സ്പീഡാക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇത്ര പ്രായമായവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഒരു പ്രായമൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളെ സൗണ്ടിന് നല്ല കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരുപാട് സന്തോഷം, നിങ്ങൾ വലിയ അമ്മമാരും കുട്ടികളും അമ്മൂമ്മമാരും ഒക്കെ ഒരുപോലെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് താഴെ ഇട്ടാൽ മതി, ഞാൻ വായിക്കും, തീർച്ചയായിട്ടും വായിക്കും. പരമാവധി ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്കിതേപോലെ കുറേ സ്വരങ്ങൾ ഇനിയും പാടി പഠിക്കാനുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.